കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഷൂസ്ബറി കത്തീഡ്രൽ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതിനായിട്ടൊരു അവസരം ലഭിച്ചത്. പിന്നെ ഇടം വലം നോക്കിയില്ല, ഫുൾ ഫാമിലി ആയിട്ട് തന്നെ അങ്ങോട്ട് പോയി. അപ്പം നല്ലൊരു വെതറുള്ള ദിവസമായിരുന്നു ഞാൻ പോയത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു തിരക്കും ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ പള്ളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പള്ളി പുറത്തുനിന്ന് കാണാൻ തന്നെ കിഡിലനാണ്. അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ള ഒരു പള്ളിയാണ്. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പള്ളിയിൽ പോയത് ഞാൻ തന്നെയല്ല, എൻ്റെ ഫാദറിലോയും മദറിലോയും വൈഫും പിള്ളേരും അതുപോലെ തന്നെ പെങ്ങളും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പള്ളിയിലേക്ക് ചെന്നത്. ഷൂസ്ബറി കത്തീഡ്രൽ എന്നുള്ള ഈ കത്തീഡ്രൽ ഫോർമലി അറിയപ്പെടുന്നത് കത്തീഡ്രൽ ചർച്ച് ഓഫ് ബ്ലെസ്ഡ് വെർജിൻ മേരി എന്നാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപുരം പോലുള്ള ഈ ഒരു ഹൈറ്റിലുള്ള ഈ ഒരു സ്തൂപമില്ലേ, ഇതിനൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. ടോളസ്റ്റ് ചർച്ച് സ്പയർ ഇൻ ഇംഗ്ലണ്ട്, അതായത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഗോപുരമുള്ളത് ഈ ഒരു പള്ളിക്കാണ്. പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് പാർക്കിംഗ് ഉണ്ട്. ഇനി അവിടെ നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ പള്ളിയുടെ അവിടുന്ന് ഒരു 100 മീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പേ ആൻഡ് പാർക്ക് ഫെസിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് വണ്ടി ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു സംശയം വേണ്ട. ടൗണിലാണെങ്കിലും പാർക്കിംഗ് ഫെസിലിറ്റി ഈ പള്ളിയുടെ അടുത്ത് തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ വട്ടത്തിൽ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്തായാലും പള്ളിയുടെ ആ ഒരു പഴമ അവരതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ 38 വർഷം കൊണ്ട് പണിത ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശില്പികളും എത്ര പണിക്കാരും ചേർന്നായിരിക്കും ഈ പള്ളി പണിതതെന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലൊരു വലിയ പള്ളിയാണ്. ആ പള്ളിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ എവിടെ നോക്കിയാലും കൊത്തു വർക്കുകളും രൂപങ്ങളും ശിലകളും ഒക്കെ കൊത്തി വെച്ചിരിക്കുകയാണ്. പള്ളിയുടെ ഒരു ഫ്രണ്ട് വശമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ഇവിടെ തന്നെ ഈ പള്ളിയിൽ പല വിശുദ്ധന്മാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ പല രൂപങ്ങളും അവർ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു രൂപം ഉണ്ടാക്കാൻ തന്നെ എത്ര നേരം എടുക്കും. അപ്പം അങ്ങനെയാണ് പള്ളിയുടെ എല്ലാ സൈഡിൽ കൂടെയും ഇതുപോലുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ചർച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പഴയ പള്ളിയൊക്കെ പൊളിച്ച് റിനോവേറ്റ് ചെയ്ത് പുതിയ പള്ളിയൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ റീപെയിൻ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി ഫുൾ കളർഫുള്ളാക്കി ന്യൂജൻ സെറ്റപ്പിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളി അതേപോലെ തന്നെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതേപോലെ തന്നെ ഇപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്തുമാത്രം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്. പിന്നെ അന്ന് കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോണുകളും തടികളും ഒക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. അതുകൊണ്ടാണ് ഇന്നും ഈ പള്ളി ഇങ്ങനെ നശിക്കാതിരിക്കുന്നത്. അതിപ്പോൾ എന്ത് പറയുമെന്ന് പറഞ്ഞാലും ബ്രിട്ടീഷുകാർ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ വന്ന് പണിതിട്ട് പോയ പല സാധനങ്ങളും ഇന്നും നശിക്കാതെ അവിടെയുണ്ട്. അപ്പോൾ പിന്നെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു പള്ളി കാണാനായിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പള്ളിക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട് കയറാനായിട്ട്. എനിക്ക് തോന്നുന്ന 15 പൗണ്ടോ സംതിങ് ആണ് പെർ ഹെഡ്. പക്ഷേ ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് കോഡിലുള്ള ആളുകൾക്ക് ഈ പള്ളിയിലേക്ക് എൻട്രി ഫീസ് കൊടുക്കേണ്ട, അവർക്ക് തികച്ചും ഫ്രീ ആണ്. അപ്പോൾ അവർക്ക് വിസിറ്ററായിട്ട് വരാനും ഇവിടെ പ്രാർത്ഥിക്കാൻ വരാനും ഒക്കെ തികച്ചും ഫ്രീ ആണ്. പക്ഷേ ടൂറിസ്റ്റായിട്ട് വരുന്നവരും ആ പോസ്റ്റ് കോഡിന് പുറത്തുനിന്ന് വരുന്നവരും എന്തായാലും ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങളും നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കൊക്കെ ചെന്നു. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പതുക്കെ അകത്തേക്ക് കയറി. ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ പള്ളിക്കകത്ത് എന്തൊക്കെ പ്രത്യേകതയുണ്ടെന്നുള്ളത്. ഇതിനകത്ത് മെക്കാനിക്കൽ ക്ലോക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പള്ളിക്കകത്ത് ഇന്നും ഒരു കോപ്പി സൂക്ഷിച്ചിട്ടുള്ള മാഗ്ന കാർട്ടയെക്കുറിച്ചുമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി. അങ്ങനെ നമ്മുടെ പള്ളിക്ക് അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മളൊന്നും ഞെട്ടിപ്പോകുന്നുണ്ടോ, അത്യാവശ്യം അതുപോലെ ലെങ്തിൽ കിടക്കുവാണ് പള്ളി. ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നമ്മൾ അങ്ങറ്റം കാണാൻ പോലും പറ്റത്തില്ല, അങ്ങറ്റം വരെ പള്ളി കിടക്കുവാണ്. അപ്പം പള്ളിയുടെ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഗൈഡുമാരെല്ലാം നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് ഭയങ്കര പൊളൈറ്റായിട്ട് വന്ന് നമുക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള ഗൈഡൻസും തരും. അപ്പം നമ്മുടെ കയ്യിലൊരു റൂട്ട് മാപ്പ് ഉണ്ട്, ആദ്യം ടിക്കറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അത് വെച്ച് നമുക്ക് കാണിച്ചു തരും ആ ഗൈഡുമാർ എതിലേക്ക് പോകണം, എങ്ങനെയൊക്കെ കറങ്ങി വരണം. അതുപോലെ തന്നെ ആ റൂട്ട് മാപ്പിൽ ഈ പള്ളിയുടെ ഓരോ പോയിന്റിലും ഇരിക്കുന്ന സാധനങ്ങളെക്കുറിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളും പതുക്കെ പള്ളിയുടെ ഒരു സൈഡിൽ നിന്ന് ഗൈഡ് കാണിച്ച രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ യാത്ര. ആദ്യം തന്നെ നമ്മൾ കാണുന്ന പള്ളിയുടെ ഒരു മിനിയേച്ചർ ഫോം ആ ഉണ്ടാക്കിയ കാലഘട്ടത്തിലെ പണിക്കാരുടെയും അവരുടെ കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്തുകൊണ്ടൊരു മിനിയേച്ചർ ഫോം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതാണ് ക്ലോക്ക്.
ഈ ക്ലോക്കിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഈ ക്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലാർജ് അയൺ ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു ടവർ ക്ലോക്കാണിത്. ഈ ക്ലോക്കിന് ഡയൽ ഇല്ല എന്നുള്ളതാണ് ഈ ക്ലോക്കിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. 1366 ഈ ക്ലോക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്നും ഈ ക്ലോക്ക് ഇവർ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർലിയസ്റ്റ് മെക്കാനിക്കൽ ക്ലോക്ക് ഇൻ ദ വേൾഡ് എന്നാണ് ഇവരിതിനെ പറയപ്പെടുന്നത്. അപ്പം എന്തായാലും ആ ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. പലതവണ കേടായി, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെച്ച് കറൻ്റ്ലി ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ സാലിസ്ബറി കത്തീഡ്രലിനകത്താണ്. ആ ക്ലോക്കിൻ്റെ ചരിത്രം തന്നെ നമുക്ക് പറയുവാണെങ്കിൽ കുറേ അധികം പഠിക്കാനുണ്ട്. ഇവിടെ വരുന്നവരൊക്കെയാണ് ഈ പള്ളിക്കകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഗ്രാഹ്യമായ പഠനമൊക്കെ നടത്തി അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മളൊക്കെയാണ് ഒന്ന് റഫിൽ ചെക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും ആ പള്ളി കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരു ഒന്നൊന്നര ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സൂപ്പറാണ് ആ പള്ളി കാണാൻ വേണ്ടി. അതുപോലെ അത്രയും വലിപ്പമുണ്ട് ഓരോ തൂണുകളും, ആ പള്ളിയുടെ ഹൈറ്റും, അതുപോലെ പള്ളിക്കകത്ത് ചെയ്തു വച്ചിരിക്കുന്ന വർക്കുകളും ഒക്കെ, അതൊക്കെ ഒന്ന് കണ്ടിരിക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ പള്ളിയുടെ പുറത്ത് ആ ഒരു ടവർ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഏറ്റവും ഹൈറ്റുള്ള ആ ടവർ, അത് 1330 അതുണ്ടാക്കിയത്. 440 ഫീറ്റാണ് ആ ഒരു ടവറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ, ഏകദേശം 130 മീറ്റർ. അത് ടോളസ്റ്റ് ചർച്ച് സ്പയർ ഇൻ ഇംഗ്ലണ്ട് എന്നാണ് ആ ഒരു ടവറിനെ അറിയപ്പെടുന്നത്. ഈ പള്ളി മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഗോത്ത് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ്. 12th to 17th സെഞ്ച്വറി കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലുള്ള കത്തീഡ്രലുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ ഇംഗ്ലീഷ് ഗോത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിലായിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്ലാസ്സുകളിലും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. 12th 17th സെഞ്ച്വറിയിൽ വളരെ കോമൺ ആയിട്ട് കത്തീഡ്രലിലൊക്കെ ഈ ഒരു രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. ആ ഒരു സെയിം സ്റ്റൈൽ തന്നെയാണ് ഈ പള്ളിക്കും അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഈ പള്ളിയുടെ പുറത്തായിട്ട് ഒരു നടുമുറ്റം ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് 1240 ആ ഒരു നടുമുറ്റം ഉണ്ടാക്കിയത്. നമ്മൾ തറവാട് വീടിനൊക്കെ നടുമുറ്റം എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പള്ളി ഉണ്ടാക്കാനായിട്ട് ഒന്നും രണ്ടും ഒന്നുമല്ല, 70,000 ടണ്ണ് സ്റ്റോൺ വെച്ചാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. 70,000 ടണ്ണോളം കല്ലുകൾ ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് കാലത്ത് ഇതെങ്ങനെ ഇവിടെ കൊണ്ടുവന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തായാലും അതുമാത്രമല്ല, 3000 ടണ്ണോളം തടികളും ഈ പള്ളിക്കകത്ത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 450 ടണ്ണോളം ലീഡ്. ഇത്രയും സാധനമാണ് ഈ പള്ളിക്കകത്ത് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ടണ്ണൊക്കെ ഇന്നും മേടിക്കണമെങ്കിൽ ഊഹിക്കാൻ പോലും പറ്റാത്തത്ര എക്സ്പെൻസ് ആവും. എന്തായാലും 2008 ഈ പള്ളിയുടെ 750ാമത്തെ ആനിവേഴ്സറി അവർ സെലിബ്രേറ്റ് ചെയ്തു. 1220-ലും 1258-ലും ഉള്ളിലാണല്ലോ ഈ പള്ളി പണിത് തീർത്തത്. അപ്പോൾ 2008 ആയപ്പോഴത്തേക്കാണ് അവർ 750ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ നടത്തിയത്. പിന്നെ ഈ പള്ളി ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാഗ്ന കാർട്ട ഈ പള്ളിക്കകത്താണുള്ളത്. മാഗ്ന കാർട്ടയുടെ ഒരു കോപ്പി ഈ പള്ളിയുടെ വേറൊരു സെക്ഷനിൽ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടന്നു പോയി പള്ളിയുടെ റൗണ്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ സൈഡിലേക്ക് ചെല്ലുമ്പോഴേ അത് കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കത്തീഡ്രലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് റിംഗ് ബെല്ലുള്ള 3 കത്തീഡ്രൽ ഇപ്പം നിലവിൽ UK-ലുള്ളൂ. അതിലൊരു കത്തീഡ്രൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കത്തീഡ്രലായ ഷൂസ്ബെറി കത്തീഡ്രലും, രണ്ടാമത്തെ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ നോർവിച്ച് കത്തീഡ്രൽ, മൂന്നാമത്തെ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ കേംബ്രിഡ്ജ് ഷെയറിലുള്ള എലി കത്തീഡ്രൽ. ഈ 3 കത്തീഡ്രലുകൾക്ക് മാത്രമാണ് ഈ റിംഗ് ബെൽ ഉള്ളത്. ഈ പള്ളി വിസിറ്റേഴ്സിന് തുറന്നു കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഈ പള്ളിയുടെ മേളിൽ നമ്മളൊരു ടവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, UK-ലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടവർ, 130 മീറ്ററോളം ഹൈറ്റുള്ള ആ ടവർ, അതും നമുക്ക് വിസിറ്റേഴ്സിന് വേണ്ടി ഇവർ തുറന്നു വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കയറി കാണണമെങ്കിൽ ആ ഒരു ടവറും നമുക്ക് കയറി കാണാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, 332 സ്റ്റെപ്പ് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ടവറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പിള്ളേരൊക്കെ ആയിട്ട് വന്നുകൊണ്ട് എനിക്കത് കയറാൻ പറ്റിയില്ല. കാരണം 332 സ്റ്റെപ്പൊക്കെ പിള്ളേരെ എടുത്തുകൊണ്ട് കയറുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി. അങ്ങനെ ഫൈനലി ഞാനിവിടെ എത്തിയിരിക്കുന്നതാണ്. മാഗ്ന കാർട്ട വെച്ചിരിക്കുന്ന ആ റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഗ്ന കാർട്ട ആദ്യകാലത്തെ ഫ്രീഡത്തിൻ്റെ ഉടമ്പടിയായിട്ടുള്ള മാഗ്ന കാർട്ട സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റൂമിലാണ്. ആ വെള്ള കളർ കണ്ടോ, ആ ഒരു ഷീറ്റിൻ്റെ ബാക്കിലായിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ മാഗ്ന കാർട്ട എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ഡിജിറ്റലി അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കാരണം മാഗ്ന കാർട്ടയുടെ പിക്ചർ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് ഒരു തവണ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വട്ടത്തിൽ അവർ സെക്യൂരിറ്റിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മാഗ്ന കാർട്ടയുടെ നിലവിലുള്ള ആ ഒരു പേജിൻ്റെ ഫോട്ടോ എടുക്കാനോ
വീഡിയോ എടുക്കാനോ നമുക്ക് പെർമിഷൻ ഇല്ല. അവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അകത്ത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പുറത്ത് ഇതുപോലെ അതിൻ്റെ ഒരു പ്രിൻ്റ് ഡിജിറ്റലി അവർ വെച്ചിട്ടുണ്ട്. ഇത് വായിക്കേണ്ടവർക്ക് വായിക്കാം. സ്പെഷ്യൽ ഭാഗങ്ങളൊക്കെ അവർ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാഗ്ന കാർട്ട വെച്ചിരിക്കുന്ന റൂം അവരൊരു എക്സിബിഷൻ ഗാലറി പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പള്ളി കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറേണ്ടവർക്ക് കയറാം. ഇനി പള്ളി കയറാതെ തന്നെ നമുക്ക് നേരിട്ട് മാഗ്ന കാർട്ട കാണണമെങ്കിലും സൈഡിൽ കൂടെ വന്ന് നമുക്ക് കാണാവുന്നതാണ്. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.